അപ്പോൾ ഞാൻ റെഡിയായി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ 5:45 രാവിലെ 7 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. 5 മണിക്ക് അലാറം വെച്ചതാണ് കേട്ടോ. ഇപ്പം നോക്കിയപ്പം ആരോ ഒന്നുമില്ല, ഞാൻ തന്നെ ഓഫാക്കി വെച്ചെന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടെ, അൺകോൺഷ്യസ് ആയിട്ട് ഓഫായി വെച്ചിട്ട് ഞാൻ പിന്നെ ഉറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി പെട്ടെന്ന് റെഡിയാവണം. നമ്മൾ 4 പേരുണ്ട്. ഇനി ഒരുങ്ങി കുളിച്ച് റെഡിയാകുമ്പോൾ കുറേ സമയമെടുക്കും. ഞാനിപ്പോൾ ബ്രഷ് ചെയ്ത് പിന്നെ നമുക്ക് നേരെ ഒരുങ്ങാനായിട്ട് പോകാം. അപ്പോൾ ഞാൻ റെഡിയായി. എൻ്റെ കമ്മൽ നോക്കൂ, വാവ് മാല. ഈ മാലയും ഈ സ്കേർട്ടും സ്പോൺസർ ബൈ നന്ദു വാങ്ങി തന്നെയാണ് കേട്ടോ. നന്ദു ഗിഫ്റ്റ് തന്നതാണ്. ഞാനും അവളും കൂടെ ആയിരുന്നു ഇങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ സ്ഥലത്ത് പോവാനായിട്ട്. അങ്ങനെ അവൾ ഒരു ദിവസം എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള സാധനം എടുത്ത് അങ്ങ് ഓർഡർ കൊടുത്ത്. ഹാപ്പി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഈ ഡ്രസ്സ്. എൻ്റെ വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സാധനം പൈസയുടെ ഒരു ഇത് കാരണം ഞാൻ വാങ്ങാതെ വെച്ചേക്കായിരുന്നു. അങ്ങനെ അവൾ വാങ്ങിത്തന്ന്. പിന്നീട് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് അവൾ വാങ്ങിത്തന്ന സാധനമാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഈ ബാഗാണ് സ്റ്റൈൽ ചെയ്യണത്. എൻ്റെ അത് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കൊള്ളൂല, ചുമ്മാ ഷോയ്ക്ക് വേണ്ടി മാത്രം. സോ എനിക്കിന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റും ലുക്കൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട്. ഞാൻ ഒന്ന് ഗ്ലോ ചെയ്യണുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ നമ്മൾ ഇറങ്ങി. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഓൾറെഡി കുറച്ച് ലേറ്റാണ്. എനിക്കെന്തോ ഈ കമ്മലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല തണുപ്പുണ്ട്. ഞാൻ എന്താ സ്വെറ്റർ എടുത്തിട്ട് ഈ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് തണുത്ത് എനിക്കിനിയിപ്പോൾ കാശ്മീരിൽ പോകണമെന്ന് ആലോചിക്കാൻ വയ്യ. അത്ര തണുപ്പാണ്. ബബിക്ക് തണുക്കണമൊന്നുമില്ല, തണുപ്പാണ്. സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്, വിറയ്ക്കുന്നു ഗൈസ്. അറ്റൻഡൻസ് സുഗായ്സ്, നമ്മളുടെ ബസ്സിൽ കയറി. പിന്നെ ഫുഡ് കഴിക്കാനാണ് ആദ്യം പോകുന്നത്. തണുക്കണ് ഗൈസ്, കൈയൊക്കെ മരവിച്ചിട്ട് ഒന്നും മനസ്സിലാവണില്ല. 11 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം എനിക്ക് അറിഞ്ഞൂടാ, -3 ആണ് ജമ്മുവിൽ കാശ്മീരിൽ. അവിടേക്ക് എത്തുമ്പോൾ ഞാൻ മിക്കവാറും മറ്റേ ഐസ് കട്ടയാവും. നല്ല തണുപ്പ്. നമ്മൾ ഇന്നലെ ഫുഡ് കഴിക്കാൻ വന്ന ആ മലയാളി ഹോട്ടലിൽ തന്നെയാണ് ഇന്നും ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത്. ഒറ്റ മിനിറ്റ് ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയും വടയുമാണ്. ഫുഡ് കഴിച്ചു ഗൈസ്. ഇനി നമ്മുടെ ബസ് അപ്പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാം. തണുക്കണ്. രാവിലെ എന്തൊക്കെയായിരുന്നു ഞാൻ ഡ്രസ്സും ഇപ്പം ഇട്ടേക്കണ നോക്ക്. സാരല്ലേ, ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഊരാൻ പറ്റും, തണുപ്പുണ്ട്. നമ്മൾ മെഹ്റംഗർ ഫോർട്ടിലെത്തി. അപ്പം ഇനി ഉച്ചവരെ നമ്മളിവിടെ ആയിരിക്കും.
അപ്പം ഇവിടെ കാണാനായിട്ട് മ്യൂസിയം ഉണ്ട് മെയിനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ മ്യൂസിയത്തോട്ടാണ് പോണത്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഇതിലോട്ട് പോണത്. മ്യൂസിയത്തോട്ട് പോകാം. അവിടെ ക്യാമറ അലോട്ടഡ് ആണോ എന്ന് അറിഞ്ഞൂടാ. നോക്കട്ടെ. കാണിച്ചു. ഗൈസ്, ഇവിടെ ഓരോ ഫ്രെയിമും ഓരോ ബ്യൂട്ടിയാണ്. അടിപൊളി സ്ഥലം ഗൈസ്. എനിക്ക് തോന്നുന്നു അത്ര നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. ബട്ട് എന്താണ്, ഈ മൊമെൻറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് ബിസിയാണ്. അടിപൊളി കേട്ടോ, അടിപൊളി സ്ഥലം. ഞാൻ എന്താ നേരത്തെ കാണിച്ചില്ലേ ബ്ലൂ സിറ്റി എന്ന് അറിയപ്പെടാനുള്ള കാരണം, ആ കാണിച്ചു തരാം. ഇവിടെ നിന്നാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാം. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടുത്തെ മ്യൂസിക് കേൾക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറി. താഴോട്ട് നോക്ക്. എനിക്ക് തോന്നുന്നു തലയിൽ എന്തോ ഇങ്ങനെ കെട്ടിക്കൊടുക്കാനാണ്. എന്താണ് ഒരു കാണിക്കണേ? അല്ല, ആണോ? മനസ്സിലാവുന്നില്ല. എന്തോ ചെയ്യുന്നു. ഇവിടെ നല്ല ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഇതൊക്കെയുണ്ട്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊന്നും ഷോപ്പ് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അടിപൊളിയായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയപ്പം നല്ല ഭംഗിയുണ്ട്. ഫോണിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, അത്ര ബ്യൂട്ടിയാണ്. ഇങ്ങോട്ട് ഇറങ്ങുമ്പം ഭയങ്കര തണുപ്പും അങ്ങോട്ട് ചൂടും, രണ്ട് ക്ലൈമറ്റ് പോലെ തോന്നുന്നു. നോക്ക്, ദൂരെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ. വാവ്. ഈ ഒരു വ്ളോഗ് ഫുള്ള് ഞാൻ വാവ് 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 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. കാരണം ഇവിടെയുള്ള ഓരോ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് വാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫ്രെയിമും ഇതൊക്കെയാണുള്ളത്.
അടിപൊളി അടിപൊളി സ്ഥലം. ഇനി എനിക്ക് വരണം, ഒരു പ്രാവശ്യം കൂടെ വരണം. നല്ല ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ റിച്ച് ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ എനിക്കൊരു പ്രാവശ്യം കൂടെ വരണമെന്നുണ്ട് ഗൈസ്. അടിപൊളി. ഇപ്പോൾ 2 മീൻസ് തണുക്കുകയും ചെയ്യണം. ഉച്ചയ്ക്ക് നമുക്ക് ചോറ്, മീൻകറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. സാമ്പാർ എല്ലാം ഉണ്ട്. ഇനി മീൻകറി ഇപ്പം കിട്ടും. ഫുഡ് കഴിച്ച് ഇതുവരെ വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു. നമുക്ക് കേരള ഫുഡ് ആ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. സാധാരണ വീട്ടിൽ കഴിക്കണ പോലെ, ഹോസ്റ്റലിനെക്കാട്ടി ബെറ്റർ ഫുഡായിരുന്നു ഗൈസ്. അപ്പോൾ ഒരു 2-3 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ഒരിടത്ത് നിർത്തിയിരിക്കുകയാണ്. കുറച്ചവർക്ക് മുള്ളണം, പിന്നെ കുറച്ചവർക്ക് ചായ കുടിക്കണം. ഞാനും മുള്ളണം, എനിക്ക് ചായ കുടിക്കണം ഗൈസ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ചെയർ. സൈക്കോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ജോധ്പൂരിൽ നിന്ന് ജൈസൽമേറിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ വേണ്ട ആൾക്കാർക്ക് ചായ കുടിക്കാം, വാഷ്റൂമിൽ പോവാം, അങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മളൊരു നല്ല പീസാണല്ലോ, നല്ല രസമുണ്ട് ഗൈസ്. ഇത് ഞാൻ ജോധ്പൂരിൽ നിന്ന് വാങ്ങിയതാണ്. ജോധ്പൂരിൽ നിന്ന് 350 350ക്ക് വാങ്ങിയതാണ്. പിന്നെ ഞാൻ കുറച്ച് ബാർഗെയിൻ ചെയ്തു. 400 ആയിരുന്നു ഫസ്റ്റ് പറഞ്ഞത്, പിന്നെ 50 ഉറുപ്പ്യ കുറച്ചൊന്നും വരും. കുറച്ചുകൂടെ നിൽക്കാൻ സമയം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കുറച്ചായിരുന്നു. കമ്മൽ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് വാങ്ങിയില്ല. പീസ് മാത്രം. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ സൈക്കൊക്കെ അറിഞ്ഞൂടാത്തതായിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ എപ്പോ പർച്ചേസ് ചെയ്യുന്നു? പണ്ട് വന്നപ്പോഴാ എനിക്ക് ചായ. ടോക്കനൊക്കെ എടുത്ത് ഞാൻ വലിയ പ്രതീക്ഷയിൽ നിൽക്കായിരുന്നു. ഇത് ചായ കുടിക്കാൻ അങ്ങേര് തരൂല, അങ്ങേരുതോ വീട്ടിലെ ചായ. ചായ ലോകത്തെ ഏറ്റവും കുഞ്ഞു ഗ്ലാസ്സാണെന്ന് തോന്നുന്നത്. മസാല ടീയാണ് കേട്ടോ. കുറേ പ്രൊസീജിയറുമായിട്ട് ഉണ്ടാക്കിയതാണ്. കുറേ സമയം എടുത്തു ഈ ചായ കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ചായ. ഇഞ്ചി വെള്ളം. മേൽക്കൂരയില്ലാത്ത വീടുകളാണ് ഇവിടെ ഉള്ളത്. ഒരു വീടിനും മേൽക്കൂരയില്ല. ഇത്ര ഇങ്ങനെ കിട്ടും. പെയിന്റ് അടിക്കില്ല, കാണാൻ പറ്റില്ല. പെയിന്റും ഇല്ല. കുറെ ചുടുകല്ലടുക്കി വെച്ചിട്ട് ഇങ്ങനത്തെ വീടുകൾ. അപ്പോൾ ഒരു നീണ്ട 7 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ജയ്സൽമറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പം എനിക്ക് നന്നായിട്ട് ബോറടിച്ചായിരുന്നു വണ്ടി ഇരുന്ന്. മീൻസ് വയ്യവേ, അങ്ങനെയായി. ഇത്രയും ദൂരം എന്തിന് യാത്ര ചെയ്യണമെന്നൊക്കെയായി. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും അവരെ വെൽക്കമിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മാല കിട്ടുന്നു ഗൈസ്.
ആയിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇവിടെ രണ്ടാമത്തെ സ്റ്റേ ആണ്. ഓക്കെ, നാളെ ഇനി ഒരുപാട് പണിയുള്ള ദിവസമാണ്. നാളെ രാവിലെ എണീക്കണം. ഡെസേർട്ടിലൊക്കെ ഓ താങ്ക് യു ഓ കുടുംബശ്രീന്റെ പ്രസിഡന്റിന് ഒരു മാല. താങ്ക് യു ഗൈസ്, താങ്ക് യു പ്രമോദിനെ നമ്മുടെ സ്ഥാനാർത്ഥി സ്റ്റെഫി പ്രമോദിനെ സെലിബ്രിറ്റി Oh my god. Oh my god. ആരുടെയൊക്കെ മാല എന്തോ മാല ഇട്ടുകൊണ്ട് കഴിക്കാൻ പറ്റുമോ? അയ്യോ, അത്ര എനിക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. തണുപ്പുണ്ട് ഗൈസ്. ഇത്രയും നേരം തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ മാലയൊക്കെ ദൂരാത്ത എന്തോ എനിക്കിഷ്ടപ്പെട്ട്. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ മാലയൊക്കെ ഇട്ട് ഒരാളിങ്ങനെ വെൽക്കം ഒക്കെ ചെയ്യണം. അപ്പോൾ എനിക്കിത് കളയാൻ തോന്നുന്നില്ല. പക്ഷേ ഇത് 15 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുള്ളൂ. അതാണ് സീൻ. ഇനിയിപ്പോൾ ഊരാം, സൂക്ഷിച്ച് വെച്ചേക്കാം. ഓ, ബൊഫയാണ് ഗായ്സ്. അപ്പം നമ്മൾ ഫുഡ് എന്തോ രാജസ്ഥാനി സ്പെഷ്യൽ ഫുഡാണ്. എടുക്കട്ടെ ചൈത്ര. എന്തോ വെട്ടി കേക്കാണെന്ന് തോന്നുന്നു. ഒന്ന് മതി. വെട്ടി കേക്കല്ല, എന്തോ എന്താണ് ഈ തോരൻ പോലെ ഇരിക്കണത്. പനീറാണ്. ഇതെന്താണ്? പായസം. വെജ് റൈത്ത. വെജ് റൈത്ത. നെക്സ്റ്റ് ഗാട്ടാക്കാരി. സ്വന്തം റൈസ്. ഇതെന്താ ചോറാണ്? അതെ. ഇതെന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഡിന്നർ ഫുള്ളായിട്ട്. എന്ത് സാധനമാണാവോ. അപ്പൊ നമുക്ക് കഴിക്കാം. അപ്പൊ ഇവരൊക്കെ പറയണത് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത് റൊട്ടിയും പനീറും ആണെന്ന്. അപ്പൊ നമുക്ക് അത് തന്നെ ആദ്യം റൊട്ടി പനീർ. ചോറാണോ? അത് വായ വെക്കാൻ കൊള്ളില്ല. ചൈത്രയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാൻ കുടിക്കാൻ പോണ ഒരു സാധനമാണ്. പായസം പോലെ ഉണ്ട്. ഞാൻ കുടിക്കണ്ട. പായസമല്ല ഗൈസ്, തൈരും കരഞ്ഞു. ചോറ് കഴിച്ചു. ചോറ് എങ്ങനെയുണ്ട്? കഴിച്ചു.
നാട്ടിലത്തെ ഫുഡൊക്കെ നേരെ മറിച്ച് പെട്രോൾ ആണെങ്കിൽ തൊള്ള കത്തിപ്പോവും. ഇതാണ് നമ്മുടെ ടെന്റ്. എന്റെ ലഗേജ് കാണാനല്ല. ആരെങ്കിലും ഒരു പരിഹാരം കാണിച്ചെടുക്കും. അയ്യോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടെന്റ്. വാവ്. ഗൈസ്, ടെന്റിലെ വാഷ്റൂം ലൈക്ക് ഒരു പശുത്തൊഴുത്ത് സെറ്റപ്പ്. വാവ്. ഒക്കെ ഇടാന്ന് വിചാരിച്ച് കാശ്മീരിൽ പോയിട്ടേ തുറക്കുള്ളൂ എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. നടക്കൂല ഗൈസ്, മരവിക്കണ തണുപ്പ്. കയ്യിൽ ഫങ്ഷൻസ് ഒക്കെ നഷ്ടപ്പെട്ട് വല്ലതൊക്കെ പിടിക്കുമ്പം ഒന്നും അറിയാൻ പറ്റണില്ല, മരവിച്ചു പോയി. വാവ്. ഇന്ന് ഞാൻ ഫ്രഷ് ഗൈസ്. അപ്പോൾ ഞാനും ചൈത്രയും കൂടെ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുന്നതാണ്. ഞാൻ മറ്റേ ജാദുവിനെ പോലെ ഉണ്ട്. ചൈത്ര ഒന്നും തെർമൽസ് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ എന്താ തെർമൽസും ഡ്രസ്സും ഗ്ലൗസും സോക്സും എല്ലാം ഇട്ടിട്ടുണ്ട്. ചെന്നായി നോക്കി നടക്കണേ. വാവ്, നല്ല തണുപ്പ്. മൂക്കി കൂടെ മറ്റേ തണുത്ത എയർ കുത്തിക്കയറി അല്ലേ? തണുക്കണ ഗൈസ്, തണുക്കുന്നു. കൊള്ള പറയുന്ന ഇറക്കലൊക്കെ. ഗൈസ്, നമ്മുടെ ടെന്റ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ ഉറങ്ങാറായിട്ടില്ല. നല്ല രസമുണ്ട്. തണുപ്പുണ്ടെങ്കിലും പുറത്ത് ഇങ്ങനെ നടക്കാനും ഇരിക്കാനൊക്കെ നല്ല രസമുണ്ട്, നല്ല വൈബുണ്ട്. അപ്പോൾ കറങ്ങി കളിച്ചുകൊണ്ട് നടക്കുകയാണ്. ജലദോഷം പിടിച്ച പോലെ ഉണ്ട്. സോ ഇനി മൊബൈലിലും ചാർജില്ല. ഇതുകൊണ്ട് ഞാൻ ചാർജിന് വെച്ചിട്ട് കുറച്ചും കൂടി ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ചൊന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ച്. സോ നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ നാളെ രാവിലെ ഡെസേർട്ട്, എന്തോ സഫാരി, ക്യാമൽ റൈഡ്, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഞാൻ പറയണൊക്കെ കേൾക്കാൻ പറ്റുന്നോന്ന് അറിഞ്ഞൂടാ. ഓക്കെ, സോ ഗൈസ്, അപ്പം ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ. റിനു ബൈ. ബൈ.